ഇവിടെ നമുക്കൊരു പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് എന്നുള്ളൊരു ഐക്കൺ കാണാൻ പറ്റും. അത് ഓൺ ഓഫ് ചെയ്യാനുള്ളൊരു സാധനം അപ്പുറത്താണ്. ഈ ഒരു കോ ഡ്രൈവർ സീറ്റ് തുറന്നു കഴിഞ്ഞാൽ അവരൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ പണ്ടത്തെ നെക്സോണിൽ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു ക്ലസ്റ്ററാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ഓൾഡ് സ്കൂൾ ക്ലസ്റ്ററാണ്. പണ്ടത്തെ നെക്സോണിലുള്ള പ്രധാനപ്പെട്ട കംപ്ലയിൻറ്റ് അതായിരുന്നു. പഴയ ടൈപ്പ് ഒരു ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു TDFിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഏറ്റവും പുതിയ ടാറ്റ നെക്സോണിൻ്റെ ബേസ് മോഡലായിട്ടുള്ള സ്മാർട്ട് പ്ലസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആക്ച്വലി ഇതൊരു ബേസ് മോഡലല്ല, ബേസ് മോഡലിൽ തന്നെ ഒരു പ്ലസ് എന്നുള്ളൊരു പാക്ക് അല്ലെങ്കിൽ പ്ലസ് എന്നുള്ള വേരിയൻ്റാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സ്മാർട്ട്, പ്യൂർ, അതുപോലെ തന്നെ ക്രിയേറ്റീവ്, ഫിയർലെസ് എന്നുള്ള 4 ബേസിക് വേരിയൻസിലാണ് ഏറ്റവും പുതിയ ടാറ്റ നെക്സോൺ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തന്നെ സ്മാർട്ട് എന്നുള്ള ബേസ് വേരിയൻറ്റിൽ രണ്ടാമത്തെ കാറ്റഗറി പെടുന്ന ഒരു വാഹനമായിട്ടുള്ള സ്മാർട്ട് പ്ലസിൻ്റെ ഫ്ലെയിം റെഡ് കളറുള്ള ഓപ്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസും അതുപോലെ തന്നെ ഡയമെൻഷൻസോ, ഇതിൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് സ്മാർട്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്, അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രത്തോളം വരുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സോൺ എന്നുള്ളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡിന് നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഈ വാഹനം ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ, പുതിയ വാഹനം അല്ലെങ്കിൽ പുതിയ നെക്സോൺ വാങ്ങിച്ചിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തൊക്കെയാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ തോന്നുന്നുണ്ടോ അതെല്ലാം തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്മാർട്ട് എന്നുള്ള വേരിയൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള വേരിയൻ്റ് ആണ്, അതായത് ഒരു ബേസ് വേരിയൻ്റ് ആണ് സ്മാർട്ട് എന്ന് പറയുന്നത്. ആ സ്മാർട്ടിൽ തന്നെ ടാറ്റ 2 പാക്കുകൾ അല്ലെങ്കിൽ 2 സബ് ആയിട്ടുള്ള വേരിയൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്മാർട്ട് എന്നുള്ള ബേസ് വേരിയൻറ്റും അതിന് മുകളിലായിട്ട് സ്മാർട്ട് പ്ലസും അതിന് മുകളിലായിട്ട് സ്മാർട്ട് പ്ലസ് എസ് എന്നുള്ള 3 സബായിട്ടുള്ള വേരിയൻസ് ആണ് ഇതിനകത്ത് ടാറ്റ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ സ്മാർട്ട് പ്ലസ് എന്നുള്ള വേരിയൻ്റ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്മാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 7 തരത്തിലുള്ള ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു വേരിയൻ്റാണ് നമ്മൾ ഈ കാണുന്ന സ്മാർട്ട് പ്ലസ് എന്നുള്ളൊരു വേരിയൻ്റ് എന്ന് പറയുന്നത്. ആ 7 ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 7-inch ആയിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കിട്ടുന്നുണ്ട്, പവേർഡ് ബൈ ഹാർമാൻ. പിന്നെ 4 സ്പീക്കേഴ്സ് ഉണ്ട്, ഷാർഫിൻ ആൻറ്റൻ ലഭിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേക്ക് നമുക്ക് വയർഡ് ആയിട്ടുള്ള കണക്ഷൻസ് ആണ് കിട്ടുന്നത്. സ്റ്റിയറിംഗ് മോഡ് ഓഡിയോ കൺട്രോൾസ് കിട്ടുന്നുണ്ട്. ഓൾ ഡോർ പവർ വിൻഡോസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMസും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതായത് സ്മാർട്ട് പ്ലസ് എന്നുള്ള വേരിയൻറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രത്തോളം വരുന്ന 7 അഡീഷണൽ ഫീച്ചേഴ്സാണ് സ്മാർട്ട് എന്നുള്ള വേരിയൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്മാർട്ട് പ്ലസ്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു 7 ഫീച്ചേഴ്സായിട്ട് നമുക്ക് മുടക്കേണ്ട ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 1,15,000 രൂപയാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് സ്മാർട്ടും സ്മാർട്ട് പ്ലസും തമ്മിലുള്ള വേരിയൻ്റ് തമ്മിലുള്ള ഓൺ റോഡ് പ്രൈസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം 1,15,000 രൂപ വരുന്ന ഡിഫറൻസ് ആണ്. സ്മാർട്ട് എന്നുള്ള വേരിയൻറ്റിന് നമുക്ക് കൊടുക്കേണ്ട ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 9,64,000 രൂപയാണ് കൊടുക്കേണ്ടത്. എന്നാൽ സ്മാർട്ട് പ്ലസ് എന്നുള്ള ഈ ഒരു വേരിയൻറ്റിന് നമ്മൾ കൊടുക്കേണ്ട ഓൺ റോഡ് പ്രൈസ് 10,79,000 രൂപയാണ് വരുന്ന ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഈ സ്മാർട്ട് പ്ലസിന് മുകളിൽ വേറൊരു വേരിയൻ്റ് കൂടി അവൈലബിൾ ആണ്, അത് സ്മാർട്ട് പ്ലസ് എസ് എന്നുള്ള വേരിയൻ്റ് ആണ്. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 11,48,000 രൂപയാണ് വരുന്നത്. സോ ഈ ഒരു വേരിയൻ്റ് ആയിട്ടുള്ള സ്മാർട്ട് പ്ലസും സ്മാർട്ട് പ്ലസ് എസും തമ്മിലുള്ള ഓൺ റോഡ് പ്രൈസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം 89,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഓൺ റോഡ് പ്രൈസ് എല്ലാം തന്നെ എല്ലാ വിധത്തിലുള്ള ഡീറ്റെയിൽസും ആഡ് ചെയ്തിട്ടുള്ള, അതായത് ഇൻഷുറൻസ്, അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ആഡ് ചെയ്തിട്ടുള്ള ഓൺ റോഡ് പ്രൈസാണ് ഞാൻ പറയുന്നത്. സോ എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാലിക്കറ്റുള്ള റൊട്ടാന മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യുക. വാഹനത്തിൻ്റെ ബുക്കിംഗ്സിനും അതുപോലെ തന്നെ എൻക്വയറീസിനും എന്തിനും തന്നെ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. സ്മാർട്ട് വേരിയൻറ്റിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരേ ഒരു എഞ്ചിൻ ഓപ്ഷനുള്ള വേരിയൻ്റാണ് സ്മാർട്ട് എന്ന് പറയുന്നത്. ഒരു 1.2 ലിറ്റർ ആയിട്ടുള്ള 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ വിത്ത് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ആണ്. ഇതിനകത്ത് നമുക്കൊരു 6 സ്പീഡ് ആയിട്ടുള്ള പ്യുവർ വേരിയൻറ്റിൽ കണ്ടിട്ടുള്ള 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഓപ്ഷൻ ഇതിനകത്ത് അവൈലബിൾ അല്ല. കൂടാതെ ഡീസൽ എഞ്ചിനും ഇതിനകത്ത് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വേരിയൻറ്റും ഇതിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഈ ഓട്ടോമാറ്റിക്കും ഡീസലും ഓപ്ഷൻസ് ഒന്നും ഈ ഒരു സ്മാർട്ട് എന്നുള്ള വേരിയൻറ്റ് നമുക്ക് കിട്ടില്ല. ഇതിന് നേരെ മുകളിലുള്ള പ്യുവർ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡീസലും അതുപോലെ തന്നെ 6 സ്പീഡ് ആയിട്ടുള്ള മാനുവൽ ട്രാൻസ്മിഷനും നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. സ്മാർട്ട് ആകുന്ന സമയത്ത് നമുക്ക് പണ്ടത്തെ നെക്സോണിൽ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷനും എഞ്ചിനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു എഞ്ചിന് ടാറ്റ ക്ലെയിം ചെയ്യുന്ന ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 17.44 km/ലിറ്റർ ആണ്. സോ ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. കൂടാതെ ഇതിൻ്റെ കളർ ഓപ്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 3 മോണോട്ടോൺ കളർ ഓപ്ഷൻസിലാണ് സ്മാർട്ട് വേരിയൻ്റ് അവൈലബിൾ ആയിട്ടുള്ള. ഒരു കാൽഗറി വൈറ്റ് ഉണ്ട്, പിന്നെ ഡയറ്റോണ ഗ്രേ എന്നുള്ള കളറുണ്ട്, ഇപ്പോൾ പിന്നെ നമ്മൾ കാണുന്ന ഫ്ലെയിം റെഡ് എന്നുള്ള കളറും ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ 3 കളർ ഓപ്ഷൻസ് മാത്രമേ ഇപ്പോൾ നിലവിൽ സ്മാർട്ട് വേരിയൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്ലെയിം റെഡ് എന്നുള്ള കളറാണ്. ആക്ച്വലി ഈ കളർ ഭയങ്കര ഒരു അടിപൊളി കളറാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. കാരണം ഇതിൻ്റെ ഒരു ബ്ലാക്ക് ആക്സൻസ് ഒക്കെ കുറച്ചുകൂടി എടുത്ത് കാണിക്കുന്നത് ഈ ഒരു കളറിലാണ്.
സോ ഇതൊക്കെയാണ് ഇതിൻ്റെ കളർ ഓപ്ഷൻസിൻ്റെ മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത്. സ്മാർട്ടുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് സ്മാർട്ട് പ്ലസിനകത്ത് വരുത്തിയിട്ടുള്ളത് നമുക്ക് ഓരോന്നായിട്ട് ഇനി ചെക്ക് ചെയ്യാം. നെക്സോണിലുള്ള ഡിസൈൻ വളരെ പഴയ ഡിസൈനാണ്. ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് ഒന്നും കോമ്പറ്റീറ്റേഴ്സിൽ വരുന്ന പോലെ നെക്സോണിൽ വരുന്നില്ല എന്നുള്ള പല പരാതികളും പരിഹരിച്ചുകൊണ്ടാണ് പുതിയ നെക്സോൺ ടാറ്റ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനാണ്. പണ്ടത്തെ നെക്സോണുമായിട്ട് പല സിമിലാരിറ്റീസ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈലൊക്കെ കാണാൻ പറ്റും. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഫ്രണ്ടും പുറകിലത്തെ ഡിസൈൻസ് ഒക്കെ കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തിട്ടുണ്ട് ടാറ്റ. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ബമ്പറിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു LED ടൈപ്പ് ആയിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് പ്രൊജക്ടർ സെറ്റപ്പോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ ഒന്നും വരുന്നില്ല. നോർമൽ ആയിട്ടുള്ള LED യൂണിറ്റാണ്. പക്ഷേ ഇതിനകത്ത് ഫോളോ മീ ഹോം ലാമ്പ് ഫംഗ്ഷൻ വരുന്നുണ്ട് സ്മാർട്ട് പ്ലസ് ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് ഫംഗ്ഷൻ ഇതിനകത്ത് വരുന്നില്ല. അതിൻ്റെ പ്ലേസ്മെൻറ്റ് നേരെ താഴെയാണ് വരുന്നത്. സൈഡിൽ ചെറിയൊരു എയർ വെൻറ്റ്സ് ഒക്കെ കാണാൻ പറ്റും. ഈ ഒരു ഹെഡ് ലാമ്പ് അസംബ്ലിനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് ഗ്രില്ലിലേക്ക് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഗ്രിൽ യൂണിറ്റ് എല്ലാം തന്നെ പുതിയ ഡിസൈൻ ലാംഗ്വേജിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അതിന് താഴെ വേറെ സിൽവർ ഫിനിഷിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. എല്ലാം തന്നെ ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബോണറ്റിലേക്ക് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു LED DRL യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇൻഡിക്കേറ്റർ പോലെ ഫംഗ്ഷൻ ചെയ്യുന്നത്. അതൊക്കെ സൈഡിലേക്ക് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ക്ലാഡിംഗ് എല്ലാം തന്നെ വീലാർസ് ക്ലാഡിങ്ങളായിട്ടും ഡോറിലുള്ള ക്ലാഡിംഗ് ഒക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് സൈഡിലൂടെ. സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിത് പഴയ നെക്സോണിന്റെ ഒരു രൂപം തന്നെയാണ് നമുക്ക് ഇതിനകത്തുള്ളത്. വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പക്ഷേ ഏറ്റവും എടുത്തു പറഞ്ഞ വ്യത്യാസം എന്ന് പറയുന്നത് ORVM യൂണിറ്റ് ആണ്. ORVM ഒരു പുതിയ യൂണിറ്റ് ആയിട്ടാണ് ടാറ്റ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സും പ്ലേസ് ചെയ്തിട്ടുള്ളത്. സ്മാർട്ട് പ്ലസ് വേരിയന്റ് എടുക്കുന്ന സമയത്ത് ഈ ORVMന്റെ ഫംഗ്ഷൻസ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ വരുന്നുള്ളൂ. ഇലക്ട്രിക്കലി ഫോൾഡബിൾ അല്ല. ഫോൾഡബിൾ ഒക്കെ നമുക്ക് മാനുവലായിട്ട് ചെയ്യേണ്ട ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ORVMs എല്ലാം തന്നെ ബ്ലാക്ക് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹാൻഡിൽസ് ആണെങ്കിലും ഈ ഡോറിന്റെ സൈഡിലുള്ള ബെൽറ്റ് ലൈൻ ആണെങ്കിലും എല്ലാം തന്നെ ബ്ലാക്ക് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. A പില്ലർ, B പില്ലർ, C പില്ലർ ഒക്കെ തന്നെ ബോഡി കളർ ആണ്, ബ്ലാക്ക് ടൈപ്പ് ഒന്നുമല്ല. പിന്നെ മുകളിൽ നമുക്ക് റൂഫ് റെയിൽസ് ഒന്നും കാണാൻ പറ്റില്ല സ്മാർട്ട് പ്ലസ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഷാർഫിൻ ആൻറ്റിന പ്ലേസ് ചെയ്തിട്ടുണ്ട്. നെക്സോണിന്റെ ഡയമെൻഷൻ പാർട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 3995 ഇതിന്റെ ലെങ്ത് വരുന്നത്. കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സിമിലർ ആയിട്ടുള്ള ഒരു ലെങ്ത് ആണ് നെക്സോണും പ്രൊവൈഡ് ചെയ്യുന്നത്. വിഡ്ത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ 1804 വരുന്നത്. കോമ്പറ്റീറ്റേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹ്യുണ്ടായി വെന്യൂ, സോണറ്റ്, ബ്രസ അങ്ങനത്തെ ബ്രാൻഡുകളോടാണ് കൂടുതലായിട്ടും നെക്സോൺ മത്സരിക്കുന്നത്. അപ്പോൾ വിഡ്ത്തിന്റെ 1804 എന്നുള്ള ഫിഗർ എന്ന് പറയുന്നത് വെന്യൂവിനെക്കാട്ടിലും സോണറ്റിനെക്കാട്ടിലും ബ്രസയെക്കാട്ടിലും കൂടുതലാണ് നെക്സോണിൽ. പക്ഷേ XUV-ക്കാട്ടിലും കുറവാണ്. ഹൈറ്റ് ആകുമ്പോൾ 1620 വരുന്നത്. ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ള വാഹനം എന്ന് പറയുന്നത് ബ്രസയാണ്. പിന്നെ വീൽ ബേസിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ 2498 mm ആണ് വരുന്നത്. അത് ഏകദേശം സിമിലർ ആണ് കോമ്പറ്റീറ്റേഴ്സ് ബ്രാൻഡുമായിട്ട്. ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കാര്യമാണ് ടാറ്റ നെക്സോണിന് ബാക്കിയുള്ള ബ്രാൻഡ്സുമായിട്ട് കുറച്ചുകൂടി മുമ്പിൽ നിൽക്കുന്നത്. 208 mm വരുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നെക്സോണിലൂടെ ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത്. ബൂട്ട് സ്പേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ 382 ലിറ്റർ വരുന്ന ബൂട്ട് സ്പേസ് ആണ് നെക്സോണിലൂടെ ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സൈഡ് പ്രൊഫൈലുള്ള മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകത ഇതിന്റെ വീൽ സൈസ് ആണ്. 16 ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് ടാറ്റ നെക്സോണിലെ എല്ലാ ട്രിംസിലും കൊടുത്തിട്ടുള്ളത്. പക്ഷെ എൻ്റെ പ്രൊഫൈൽ ചെറിയ മാറ്റം വരുന്നുണ്ട് ഹയർ ട്രിംസിൽ പോകുന്ന സമയത്ത്. സ്മാർട്ട് പ്ലസിൽ വരുന്ന സമയത്ത് 16 ഇഞ്ച് ടയേഴ്സിന്റെ പ്രൊഫൈൽ വരുന്നത് 195/60 വരുന്ന 16 ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിന് നമുക്ക് വേറെ വീൽ കപ്പ് കാര്യമൊന്നും വരുന്നില്ല. നോർമൽ ആയിട്ടുള്ളൊരു വീലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പുറകിലേക്ക് വരുന്ന സമയത്ത് നെക്സോണിനെ ഏറ്റവും അട്രാക്റ്റഡ് ആക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ എക്സ് ഫാക്ടർ ആയിട്ടുള്ള LED ടെയിൽ ലാമ്പ് ആണ്. അത് സൈഡിലുള്ള ഈ ഒരു ഭാഗം മാത്രമേ ലൈറ്റപ്പ് ചെയ്യുള്ളൂ. ടെയിൽ ഗേറ്റിലേക്ക് കയറി നിൽക്കുന്ന ഈ ഭാഗമൊക്കെ ഡമ്മി പീസ് ആണ്, അതൊന്നും ലൈറ്റപ്പ് ചെയ്യില്ല. താഴ്ഭാഗത്തായിട്ട് റിഫ്ലക്ടേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ക്ലാഡിങ് തന്നെ പുറകിലും ഡിസൈൻ ലാംഗ്വേജിന്റെ കണ്ടിന്യൂഷൻ പോലെ അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെയാണ് നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ടാറ്റയുടെ ലോഗോയുടെ തൊട്ട് മുകളിലായിട്ടാണ് ഇതിന്റെ സ്റ്റോപ്പ് ലാമ്പ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഹൈ മൗണ്ട് ആയിട്ടുള്ള സ്റ്റോപ്പ് ലാമ്പ് അല്ല, ആ ഒരു സെൻട്രൽ പൊസിഷൻഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലാമ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. നെക്സോ എന്നുള്ള ഒറ്റ ബ്രാൻഡിങ് മാത്രമേ പുറകെ കാണാൻ പറ്റുള്ളൂ. വേരിയന്റ് ബാഡ്ജിങ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അത് പണ്ടത്തെ നെക്സോണിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല. അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്ലാസ് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് റിയർ വാഷേഴ്സോ വൈപ്പേഴ്സോ ഡീഫോഗേഴ്സോ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇത് ബേസ് വേരിയന്റ് ആയതുകൊണ്ട് നമുക്ക് അതൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ മുകളിലായിട്ട് നമുക്ക് സ്പോയിലറും കാണാൻ പറ്റും. ബേസ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ ക്യാമറ യൂണിറ്റും മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ കാണുന്നതാണ് സ്മാർട്ട് പ്ലസ് എന്നുള്ള വേരിയന്റിന്റെ കീ യൂണിറ്റ് എന്ന് പറയുന്നത്. 3 ബട്ടൺസ് വരുന്നുണ്ട്. ലോക്ക്, അൺലോക്ക്, ഫോളോ മീ ഹോം ലാമ്പ് വരുന്നുണ്ട്. നെക്സോണിലുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് നമുക്ക് ഈ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അകത്തുള്ള സ്വിച്ച് അമർത്തിയാൽ മാത്രമേ ബൂട്ട് ഓപ്പൺ ചെയ്യുള്ളൂ. വേറെ ലിവറോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു കീ ഹോളോ ഒന്നും കൊടുത്തിട്ടില്ല. അതൊരു വലിയ പോരായ്മ തന്നെയാണ്. ഇത്രയും വലിയൊരു ക്യാഷ് കൊടുത്തൊരു വാഹനം വാങ്ങുന്ന സമയത്ത് നമുക്ക് പുറകിലുള്ള ഒരു കീ ഹോളോ അല്ലെങ്കിൽ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒന്നും ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടില്ല. തുടർന്നുള്ള അപ്ഡേഷൻസിലൂടെയൊക്കെ ടാറ്റ അത് പരിഹരിക്കും നമുക്ക് വിചാരിക്കാം. ബൂട്ട് സ്പേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ 352 ലിറ്റർ വരുന്ന ബൂട്ട് സ്പേസ് ആണ് ടാറ്റ നെക്സോണോട് ഓഫർ ചെയ്യുന്നത്. അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ് നെക്സോണോട് ഓഫർ ചെയ്യുന്നത്. പിന്നെ ടാറ്റയുടെ പല വാഹനങ്ങളും കണ്ടിട്ട് സിമിലർ ആയിട്ടുള്ള ഹുക്കുകളെല്ലാം തന്നെ സൈഡിൽ കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് റിയർ പാർസൽ ട്രേ ഒന്നും അവൈലബിൾ അല്ല, അതെല്ലാം പ്ലെയിൻ ആണ്. പിന്നെ ഇതിന്റെ സ്പെയർ വീലിന്റെ സൈസ് വരുന്ന സിമിലർ ആയിട്ടുള്ള സൈസ് തന്നെയാണ്. 195/60 വരുന്ന
60 ഇഞ്ചിൻ്റെ ടയേഴ്സ് തന്നെയാണ് ഇതിനകത്ത് സ്പെയർ വീൽ ആയിട്ടും കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലിൻ്റെ കാര്യം എന്ന് പറയുന്നത്. വേറെ ലൈറ്റോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, വളരെ പ്ലെയിൻ ആണ്. ഇനി നമുക്ക് അകത്തേക്ക് കയറി നോക്കാം, അകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. സ്മാർട്ട് പ്ലസിൻ്റെ പുറകുവശത്ത് ഇരിക്കുന്നത് ഇതിൻ്റെ ഡോർ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഫുൾ ബ്ലാക്ക് ആണ്, വേറെ വൈറ്റ് എലമെൻറ്റ്സോ അല്ലെങ്കിൽ ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ്സ് ഒന്നും കാണാനില്ല. ഇതിൻ്റെ നേരെ മുകളിലുള്ള പ്യുവർ വേരിയൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഒരു വൈറ്റ് ഫിനിഷ് ഒക്കെ കാണാൻ പറ്റും. പക്ഷേ സ്മാർട്ട് വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഫുള്ളി ബ്ലാക്ക് ആണ്, പ്രത്യേകിച്ച് ഒരു ഡിസൈൻ എലമെൻറ്റ്സും കാണാൻ പറ്റില്ല. പിന്നെ സ്മാർട്ട് പ്ലസ് എന്നുള്ള ഈ ഒരു വേരിയൻ്റ് മുതൽക്കാണ് നമുക്ക് ഓൾ ഡോർ പവർ വിൻഡോസ് കിട്ടുന്നത്. അതിൻ്റെ യൂണിറ്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. താഴെ നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ കാണാൻ പറ്റും. പിന്നെ സ്മാർട്ട് പ്ലസ് വേരിയൻ്റ് നമുക്ക് എല്ലാ ഡോറിലും സ്പീക്കേഴ്സ് ഉണ്ട്, അതായത് 4 സ്പീക്കേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ യൂണിറ്റാണ് ഇവിടെ താഴെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. വലിയ വിൻഡോ ഏരിയയാണ്. പിന്നെ നമുക്കിവിടെ ഒരു സ്പ്രിംഗ് ലോഡായിട്ട് ഗ്രാബ് ഹാൻഡിൽ കാണാൻ പറ്റും. അതിന് താഴെ ഒരു ഹുക്കും ഇവിടെ ഈ സൈഡിലും ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ റൂഫിലേക്ക് വരികയാണെങ്കിൽ ഒരു നോർമലായിട്ടുള്ള റൂഫാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്മാർട്ട് പ്ലസ് എസ് എന്നുള്ള ഒരു വേരിയൻ്റ് ഉണ്ട്, അതിനകത്താണ് നമുക്ക് പിന്നെ ഈ ഒരു സൺ റൂഫും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് സ്മാർട്ട് പ്ലസ് ആവുന്നതുകൊണ്ട് നമുക്ക് സൺ റൂഫ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു നോർമലായിട്ടുള്ള ഒരു നോർമൽ ഫാബ്രിക് ഫിനിഷിനുള്ള ഒരു റൂഫാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വേറെ ഈ ഒരു ഭാഗത്ത് വേറെ ലൈറ്റോ കാര്യങ്ങളും കൊടുത്തിട്ടില്ല. ലൈറ്റ് നമുക്ക് ആ ഫ്രണ്ടിൽ കാണുന്ന ലൈറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ആ സ്പ്രിംഗ് ലോഡായിട്ട് ഗ്രാബ് ഹാൻഡിലും കാണാൻ പറ്റും. ഈ സീറ്റിൻ്റെ പുറകുവശത്തേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ വേറെ സീറ്റ് പോക്കറ്റുകളൊന്നും കാണുന്നില്ല. അത് പ്യുവർ വേരിയൻറ്റും അവൈലബിൾ അല്ല. സോ അത് ഈ ഒരു വേരിയൻറ്റിലും ഇല്ല. പിന്നെ നമുക്ക് പുറകിലുള്ള ഈ ഒരു വെൻറ്റുകളൊക്കെ ഇവിടെ റിയർ എ സി വെൻറ്റുകളൊക്കെ വരുന്ന പ്യുവർ എന്നുള്ള വേരിയൻറ്റ് മുതൽക്കാണ്. സ്മാർട്ട് പ്ലസിനകത്ത് നമുക്കത് അവൈലബിൾ അല്ല. സ്മാർട്ട് പ്ലസ് എസ്സിലും അത് അവൈലബിൾ അല്ല. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ബ്ലാങ്കാണ്. ഇവിടെ നമുക്കൊരു ഫോണൊക്കെ വേണമെങ്കിൽ വെക്കാം. പിന്നെ സെൻട്രൽ ടണൽ കുറച്ച് വലുതാണ്, അപ്പോൾ അത് ഇവിടെ നടുക്കിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ സീറ്റിൻ്റെ കംഫർട്ട് എടുത്ത് പറയുകയാണെങ്കിൽ നല്ല തൈ സപ്പോർട്ട് കൊടുക്കുന്ന സീറ്റാണ്. ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാല് സ്ട്രെച്ച് ചെയ്തിരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് സീറ്റിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കൊരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഇവിടെ വരുന്നുണ്ട്. സ്മാർട്ട് പ്ലസ് വേരിയൻറ്റിൽ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ 3ാമത്തെ പാസഞ്ചർക്കുള്ള ഒരു സീറ്റ് ബെൽറ്റിൻ്റെ പ്രൊവിഷൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാ വേരിയൻസിനും കോമൺ ആയിട്ട് കിട്ടുന്ന ഐസോഫിക്സിൻ്റെ ചൈൽഡ് ആങ്കറിൻ്റെ അത് കൊടുക്കുക, ആ ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് സ്മാർട്ട് പ്ലസ് വേരിയൻ്റെ ഒരു പുറകുവശം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ചാർജിങ് സോക്കറ്റുകളൊന്നും വരുന്നില്ല. പ്യുവർ വേരിയൻ്റ് ആകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിരുന്നത്. അപ്പോൾ പുറകത്തുള്ള പാസഞ്ചർക്കുള്ള ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊന്നും ഇതിനകത്ത് അവൈലബിൾ അല്ല. സ്മാർട്ട് പ്ലസിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഡോർ യൂണിറ്റൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഡോർ യൂണിറ്റാണ്. ഈ സ്മാർട്ട് പ്ലസ് വേരിയൻ്റ് മുതൽക്കാണ് നമുക്ക് ഓൾ ഡോർ പവർ വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൺട്രോൾസ് അത് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓറിയംസ് കൺട്രോൾസ് ആണെങ്കിൽ തന്നെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ വരുന്നതാണ്. ഫോൾഡബിൾ അല്ല, ഫോൾഡ് ആണ്, നമുക്ക് മാനുവലി ഫോൾഡ് ചെയ്യണം. അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഇലക്ട്രിക്കലി പറ്റുള്ളൂ. അതിൻ്റെ ഒരു യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോർമൽ അംബർല ഹോൾഡർ ബോട്ടിൽ ഹോൾഡേഴ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു സ്പീക്കർ യൂണിറ്റ് കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാറ്റ കൊടുത്തിട്ടുണ്ട്. താഴെയുള്ള പെഡൽസൊക്കെ നോർമൽ പെഡൽസ് ആണ്. ഇവിടെ നമുക്ക് ഡെഡ് പെഡലൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ പണ്ടത്തെ നെക്സോണിൽ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു പിന്നെ ക്ലസ്റ്ററാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ഓൾഡ് സ്കൂൾ ക്ലസ്റ്ററാണ്. പണ്ടത്തെ നെക്സോണിലുള്ള പ്രധാനപ്പെട്ട കംപ്ലയിൻറ്റ് അതായിരുന്നു. പഴയ ടൈപ്പ് ഒരു തീരെ മോഡേൺ അല്ലാത്തൊരു ക്ലസ്റ്റർ കൊടുത്തു എന്നായിരുന്നു കംപ്ലയിൻറ്റ്. സ്മാർട്ടിൽ വരുന്ന സമയത്ത് അതും പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. പഴയ യൂണിറ്റിനെ അതിനകത്തും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള കൺട്രോൾസ് എല്ലാം വരുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് വരുന്നത്. പ്യുവർ ആകുന്ന വേരിയൻ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് കൺട്രോൾസ് ഒക്കെ തന്നെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. സോ ഈ ഒരു ഭാഗം നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് എടുക്കുന്നത്. സോ ഇതിൻ്റെ ട്രിപ്പ് എ ട്രിപ്പ് ബി എന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഈ ഒരു സാധനം അമർത്തിയിട്ട് വേണം ചെയ്യാൻ. സോ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പിന്നെ ക്ലസ്റ്ററാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റിയറിംഗ് യൂണിറ്റിക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം നെക്സോണിലെ ഏറ്റവും ഒരു മോഡേൺ ആയിട്ടുള്ളൊരു പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് കോളാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് യൂണിറ്റ് ഒരു ഇല്ലുമിനേറ്റഡ് ലോഗോകൾ അടങ്ങിയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് കോളാണ് നമുക്ക് ടാറ്റ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ടെലിഫോണിക് കൺട്രോൾസ് എല്ലാം തന്നെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇതിന് നമുക്ക് വോയിസ് കമാൻഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നോർമൽ എല്ലാ കൺട്രോൾസും, അതായത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് ഒരു ടെലിസ്കോപ്പിക് ഫംഗ്ഷൻ വരുന്നില്ല, ടിൽറ്റ് ഫംഗ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെതാക്കി ഈ താഴ്ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് യൂണിറ്റാണ് ടാറ്റത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സ്മാർട്ട് പ്ലസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു 7 ഇഞ്ച് ആയിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇത് നമുക്ക് ഹാർമൻ പവർഡ് ആണ്. അതുപോലെ തന്നെ 4 സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്, ട്യൂട്ടേഴ്സ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേയൊക്കെ വയർഡ് ആയിട്ടുള്ള കണക്ഷൻസാണ് വരുന്നത്, വയർലെസ് അല്ല. സോ സിമിലർ യൂണിറ്റാണ്. പണ്ടത്തെ നെക്സോണിൽ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള യൂണിറ്റാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് നമുക്ക് പ്യുവറിൽ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള യൂണിറ്റാണ്. പാർക്ക് അസിസ്റ്റും അതുപോലെ തന്നെ ബാക്കി സെറ്റിങ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് തീമിലാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഉള്ള മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു AC കൺട്രോൾസ് ആണ്. ഇത് കംപ്ലീറ്റ്ലി മാനുവലാണ്. മാനുവൽ മാത്രമല്ല, ഇത് മൊത്തം ഒരു പ്യുവർ വേരിയൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ടച്ച് സെൻസിറ്റീവ് ആയിരുന്നു. ഇത് നമുക്ക് നോർമലായിട്ടുള്ള
പിന്നെ ഡയൽസൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ താഴെ നമുക്ക് പിന്നെ ആ ഒരു ഡിക്കി തുറക്കാനുള്ള സ്വിച്ച് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. പ്യുവർ വെയറിൻ്റെ ഒക്കെ ആ സമയത്ത് അതൊക്കെ ടച്ച് സെൻസിറ്റീവ് ആണ്. പിന്നെ നോർമൽ എല്ലാ സ്വിച്ചുകളാണ് കൊടുത്തിട്ടുള്ളത്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അതിന് ചുറ്റും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷൊക്കെയാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് നോർമലായിട്ടുള്ള ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എയർ ടൈപ്പ് ചാർജിങ് സോക്കറ്റ് വേറെയും വരുന്നുണ്ട്. ഈ ഒരു ഗിയർ നോബ് എന്ന് പറയുന്നത് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. പ്യുവർ ആകുന്ന സമയത്ത് അത് 6 സ്പീഡാണ്. സോ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഗിയർ നോബൊക്കെ സെയിം ആണ്, ഡിസൈനിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ പ്യുവർ വെയറിൻ്റെ ഇവിടെയൊക്കെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആയിരുന്നു. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് ഒരു നോർമൽ പ്ലാസ്റ്റിക് ഫിനിഷ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ മൾട്ടി ഡ്രൈവ് മോഡ്സ് അവൈലബിൾ ആണ്, സിറ്റി, ഈക്കോ, സ്പോർട്സ് എന്നുള്ളത്. അത് ഇലുമിനേഷൻ ഒന്നും വരില്ല, നോർമലായിട്ടുള്ളൊരു രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബോട്ടിൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. വേറെ ഹാൻഡ് റെസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നത്, ആം റെസ്റ്റോ ഒന്നും വരുന്നില്ല. പ്ലെയിൻ ആണ്, സ്മാർട്ടാണ്. അതുകൊണ്ട് ബേസ് വേരിയൻ്റ് ആണല്ലോ, അപ്പോൾ അതൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. സോ അത് ഈ ഒരു ഭാഗം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഗ്ലോ ബോക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗ്ലോ ബോക്സും നോർമലായിട്ടുള്ള ടാറ്റയുടെ സ്ഥിരം കണ്ടിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ്. അതായത് ഒരു പെൻ ഹോൾഡറും അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗ്ലോ ബോക്സ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. കൂളിംഗ് ഫംഗ്ഷൻ ഒന്നും വരുന്നില്ല. പിന്നെ പ്യുവർ വെയറിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് വൈറ്റ് ഫിനിഷ്ഡ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണ്. പിന്നെ ഈ ഓരോ കളർ പാറ്റേൺ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അത്യാവശ്യം നല്ല ഒരു ലുക്ക് വരുന്നുണ്ട് ഈ ഒരു ഫിനിഷൊക്കെ. പിന്നെ ഇവിടെ ചെറിയ ഡിസൈൻ എലമെൻസ് ഒക്കെ കാണാൻ പറ്റും. AC വെൻസ് കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് വരുന്ന സമയത്ത് ഒരു നോർമലായിട്ടുള്ള IRVMs ആണ്. അത് ആൻറ്റി ഗ്ലെയർ ഒന്നുമല്ല, നോർമലായിട്ടുള്ളൊരു IRVM ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൺവൈസറിനകത്ത് നമുക്ക് ടിക്കൽ ഹോൾഡർ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്കൊരു മിറർ കാണാൻ പറ്റും. ഇവിടെ ഉള്ളത് ഒരു LED ലൈറ്റാണ്. ഈ ഒരു ലൈറ്റ് മാത്രമേ നമുക്ക് അകത്തുള്ളൂ, വേറെ ലൈറ്റുകളൊന്നുമില്ല. ഈ ഒരു LED ലൈറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ നമുക്കൊരു പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് എന്നുള്ളൊരു ഐക്കൺ കാണാൻ പറ്റും. അത് ഓൺ ഓഫ് ചെയ്യാനുള്ളൊരു സാധനം അപ്പുറത്താണ്. ഈ ഒരു കോ ഡ്രൈവർ സീറ്റ് തുറന്നു കഴിഞ്ഞാൽ അവരൊരു കീ ഉണ്ടാക്കി തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഓൺ ആവുക ഓഫ് ആവുക ചെയ്യും. പിന്നെ നമുക്ക് സ്പ്രിംഗ് ലോഡായിട്ട് ഗ്രാബ് ഹാൻഡിലും കാണാൻ പറ്റും. സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സീറ്റ് അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് തരുന്ന സീറ്റ് തന്നെയാണ്. ഈ ഒരു ഭാഗം അത്യാവശ്യം നല്ല ബൾജ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തൈ സപ്പോർട്ട് നല്ലപോലെ കിട്ടുന്നുണ്ട്. പിന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ട് ഹെഡ് റെസ്റ്റ് ആണ്. ഈ ഒരു സൈഡിലുള്ള അപ്പോൾസ്റ്റൊക്കെ അത്യാവശ്യം നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ട് സീറ്റൊന്നും അല്ല, നോർമലായിട്ടുള്ള സീറ്റൊക്കെ തന്നെയാണ് വരുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റൊക്കെ വരുന്നത് ക്രിയേറ്റീവ് എന്നുള്ള വേരിയൻറ്റിലാണ്. സോ ഇതൊരു സ്മാർട്ട് വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് അതൊന്നും അവൈലബിൾ അല്ല. സോ ഇതാണ് ഏറ്റവും പുതിയ ടാറ്റ നെക്സോണിൻ്റെ സ്മാർട്ട് പ്ലസ് വേരിയൻ്റ് ഡീറ്റെയിൽ റിവ്യൂ എന്ന് പറയുന്നത്. ടാറ്റ നെക്സോണിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഏകദേശം 1 lakh കിലോമീറ്റർ അല്ലെങ്കിൽ 3 year പാക്കേജാണ്, വാറണ്ടി പാക്കേജ് ആയിട്ട് അവർ ക്ലെയിം ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, 5 വർഷം വരെയൊക്കെ ആക്കാം ഉള്ള ഓപ്ഷൻ ഉണ്ട്. സോ അതിനൊക്കെ തന്നെ നിങ്ങൾ കാലിക്കറ്റുള്ള റൊട്ടാന മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഈ വാഹനം റിവ്യൂ ചെയ്യുന്നുള്ളത് കാലിക്കറ്റുള്ള റൊട്ടാന മോട്ടോഴ്സാണ്. വാഹനത്തിൻ്റെ ബുക്കിംഗ്സിനും എൻക്വയറീസിനും എല്ലാം തന്നെ അവരെ കോൺടാക്ട് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ടാറ്റ നെക്സോൺ എന്നുള്ള ഒരു ബ്രാൻഡ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയതും പഴയതുമായിട്ടുള്ള നെക്സോൺ ആയാലും കുഴപ്പമില്ല, നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക്സ് താഴെ രേഖപ്പെടുത്തുക. കാരണം നെക്സോൺ എന്നുള്ളൊരു ബ്രാൻഡ് കൺസിഡർ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അടുത്തൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ കാണുന്നവരെ എല്ലാവർക്കും